സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷനുമായ കോട്ടുമല ബാപ്പു മുസലിയാർ കോഴിക്കോട് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സമസ്ത പണ്ഡിത സഭാ അംഗമാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് 1 മാസമായി ചികിത്സയിലായിരുന്നു. വിശദാംശങ്ങൾ കെ.സി. ബിബിൻ നൽകും. ബിബിൻ, ഊർജ്ജസ്വലനായ ഒരു വഴികാട്ടിയെയാണ് സമസ്തയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം സമസ്തയ്ക്ക് നൽകിയ സംഭാവനകളെ ഈ നിമിഷം എങ്ങനെ അനുസ്മരിക്കാം? ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 മാസമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:15 അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാവുന്നത്. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി എന്ന നിലയിലും ദീർഘകാലമായി അദ്ദേഹം കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥയുടെ ഒരു വലിയ പണ്ഡിതനായി തന്നെയാണ് അദ്ദേഹത്തെ കണക്കാക്കി പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മുഷാവറ അംഗം കൂടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തിൽ ഇത്രമേൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിനും സമുദായത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ് ഉണ്ടാകില്ല. സംഘടനാ പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടത്തിലും പ്രവർത്തകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ ബാപ്പു മുസ്ലിയാർ എന്നും തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സമസ്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാരമ്പര്യത്തിന്റെ കണ്ണി കൂടിയാണ്. അബൂബക്കർ മുസ്ലിയാറുടെ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാറുടെ മകനാണ് അദ്ദേഹം. സംസ്ഥയുടെ കേരളത്തിലെ മുസ്ലിം മുന്നേറ്റത്തിന്റെയും ചരിത്രത്തിൽ ഒരു വിളക്കുമരമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. പ്രസ്ഥാനത്തിന് വേണ്ടി എന്നും വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടിയെത്തുകയും അവരുടെ നയപരിപാടികൾ സാധാരണക്കാർക്ക് വേണ്ടി വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി ബാപ്പു മുസ്ലിയാർ നടത്തിയ ശ്രമങ്ങളുടെ ഗുണഫലം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ കാലയളവിൽ ലഭിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. മാസപ്പിറവി ഉറപ്പിക്കുന്നത് മുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരെ സമസ്ത മുഷാവറയ്ക്ക് ബാപ്പു മുസ്ലിയാറുടെ സാന്നിധ്യം കരുത്തായി മാറിയിരുന്നു ഇക്കാലങ്ങളിലെല്ലാം തന്നെ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോഴിക്കോട്ടും മലപ്പുറത്തുമെല്ലാം നടന്ന മുത്തലാഖ്, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധങ്ങളും ഐക്യവും എല്ലാം മുന്നിൽ നിന്ന് നയിച്ച നേതാവ് കൂടിയാണ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ. ശരി ബിബിൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും ഹജ്ജ് കമ്മിറ്റി അധ്യക്ഷനുമായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ കോഴിക്കോട് അന്തരിച്ചു. 65 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സമസ്ത പണ്ഡിത സഭാ അംഗമായിരുന്നു അദ്ദേഹം.